എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഒരുപാട് പേർക്ക് സന്തോഷം തരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് കുറച്ച് സമയം സന്തോഷത്തോടെ ആയിരിക്കാം, ഒരു മുൻവിധികളും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാനുള്ള കുറച്ച് സമയമാണ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ഇടണം. അപ്പോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു ദിവസം, ഫെബ്രുവരി 14 എന്ന് പറയുന്നത്. ഫെബ്രുവരി 14 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ആൾക്കാര്, അതായത് സ്നേഹിക്കുന്നവര് പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. അപ്പൊ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കാലത്ത് റോമില് ക്ലോറിയസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഭരിച്ചിരുന്നു. അപ്പൊ ആ ഒരു കാലത്ത് ഒരു കത്തോലിക്ക ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു വാലന്റൈൻ എന്ന് പറയുന്നത്. അപ്പോ അന്നത്തെ കാലത്ത് ആ ക്ലോഡിയസ് ചക്രവർത്തി പറയുമായിരുന്നു, അതായത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് വരുന്ന പുരുഷന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ആ യുദ്ധത്തിൽ ഒരു ശ്രദ്ധയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ആ ഒരു സൈന്യത്തിലും അതുപോലെ തന്നെ അവരുടെ ആ ഒരു യുദ്ധത്തിലും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ആ ഒരു യുവാക്കൾക്കിടയിൽ അവരുടെ വിവാഹം, അതായത് സൈന്യത്തിലുള്ള യുവാക്കൾക്ക് വിവാഹം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ബിഷപ്പ്, അദ്ദേഹത്തിന്റെ പേരാണ് വാലന്റൈൻ എന്ന് പറയുന്നത്, അദ്ദേഹം രഹസ്യമായിട്ട് തന്നെ ഒരുപാട് പേരുടെ വിവാഹം നടത്തി കൊടുക്കുമായിരുന്നു. ഈ ഒരു സൈന്യത്തിൽ പെടുന്ന ആൾക്കാരുടെ വിവാഹം നടത്തി കൊടുക്കുമായിരുന്നു. പക്ഷെ ഇത് ഒരു ദിവസം ഈ ഒരു ക്ലോഡിയസ് ചക്രവർത്തി അറിഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ഒരു ചക്രവർത്തി പെട്ടെന്ന് തന്നെ ഈ ഒരു ബിഷപ്പിനെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജയിലിലടച്ചു. അദ്ദേഹം വിഷമത്തോടെയൊക്കെ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്താണ് അവിടെ ജയിലറുടെ ഒരു മകളുണ്ടായിരുന്നു. ആ മകൾ എന്ന് പറയുന്ന അന്ധയായിട്ടുള്ള മകളാണ്, കണ്ണിന് കാഴ്ചയില്ലാത്ത മകളാണ്. അപ്പോ ആ ഒരു മകളുമായിട്ട് ഈ ഒരു ബിഷപ്പ് സ്നേഹത്തിലാവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹവും അദ്ദേഹത്തിന്റെ പരിചരണവും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് ആ മകൾക്ക് കണ്ണിന് കാഴ്ചശക്തി കിട്ടുവാണ്. പക്ഷെ ഇതറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല്, വാലന്റൈൻ എന്ന് പറയുന്ന ഈ ഒരു ബിഷപ്പിന്റെ തല വെട്ടാനായിട്ട് ആജ്ഞാപിക്കുവാണ്. അപ്പൊ തല വെട്ടാനായിട്ട് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നതിന് കുറച്ചു മുന്നേ തന്നെ അദ്ദേഹം ഒരു ലെറ്റർ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഫ്രം യുവർ വാലന്റൈൻ എന്ന് എഴുതിയ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ ഒരു കുറിപ്പിന് ശേഷമാണ് ബിഷപ്പ് എന്ത് ചെയ്യും, ബിഷപ്പിന്റെ അദ്ദേഹം മരണത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹവും ആ ഒരു സ്നേഹത്തിന് വേണ്ടി അദ്ദേഹം കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെ ഓർമ്മയായിട്ടാണ് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എന്ന് ആചരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാലന്റൈൻ എന്ന് പറയുന്ന ആ ഒരു ബിഷപ്പിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദിവസം വാലന്റൈൻസ് ഡേ എന്ന് ലോകമെമ്പാടും ആചരിക്കുകയും അതുപോലെ തന്നെ സ്നേഹമുള്ളവരും അതായത് സ്നേഹിക്കുന്നവരൊക്കെ പരസ്പരം ഗിഫ്റ്റ് കൈമാറുകയും അവരുടെ സ്നേഹത്തിന്റെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിട്ട് ഈ ഒരു വാലന്റൈൻസ് ഡേ എല്ലാ വർഷവും ഫെബ്രുവരി 14 ആചരിക്കുന്നുണ്ട്. ഇതൊരു വീക്കായിട്ട് തന്നെ ആ ഒരു ഡേ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫെബ്രുവരി 7 മുതൽ ഫെബ്രുവരി 14 വരെ. ഫെബ്രുവരി 14 വരെ ഒരു ആഘോഷമായിട്ടാണ് എല്ലാ ആൾക്കാരുടെ, അതായത് സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ആഘോഷിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് ഡിവോഴ്സുകളും അതുപോലെ തന്നെ ഫാമിലികളുടെ ഇടയിലുള്ള കുറെ പ്രോബ്ലംസും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഒരു കൗൺസിലിങ്ങിന്റെ ഒരു ഫീൽഡിൽ എന്ന നിലയ്ക്ക് ഒരുപാട് ഫാമിലി ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടത് ഈ ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ മാത്രമല്ല, പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കാരണവും അല്ലെങ്കിൽ അവരുടെ പേരൻസിന്റെ ഇൻഫ്ലുവൻസ് കാരണമോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ ഇൻഫ്ലുവൻസ് കാരണമോ അല്ലെങ്കിൽ എക്സ്ട്രാ മൂന്നാമതൊരാളുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണമോ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്നേഴ്സ് ആ ഒരു പാർട്ട്നർ അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഈ ഒരു സ്നേഹിക്കുന്നവർക്ക് തമ്മിൽ ഇടയിലുള്ള ഒരു പ്രോബ്ലംസ് കാരണം ഒരുപാട് പ്രോബ്ലംസ്, ഈ ഒരു ഇഷ്യൂസ് അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാറുണ്ട്. അപ്പോ ഞാൻ ഡെയിലി ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ പ്രോബ്ലംസ് ആണ്. അപ്പം ഈ ഒരു
ഫാമിലിയിൽ ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹിക്കുന്നവരുടെ ഇടയിൽ അവർ പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്ന കാര്യങ്ങളെ പലതും ഉള്ളൂ. പക്ഷെ അത് മൂന്നാമതൊരാൾ വന്നിട്ട് അതൊരു വലിയൊരു പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് കാരണം അതൊരു വലിയ ഇഷ്യൂയിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ എന്റെ ലൈഫിൽ എടുത്തു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ അതായത് എന്റെ ഒരു മാരേജ് ലൈഫ് എന്ന് പറയുന്നത്, എന്റെ ഹസ്ബൻഡ് എന്നെ ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുന്നത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. അന്നത്തെ ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റി ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതായത് February 7th എന്നോട് എന്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുന്നത് ഫോൺ വഴി. അതായത് ഞങ്ങള് പ്യൂർലി ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോ പ്യൂർലി ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ്. ഞങ്ങൾ തമ്മിൽ ഇതിനു മുന്നേ കണ്ടിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ അതൊരു കോയിൻസിഡൻസ് പോലെ ഒരു February 7 എന്റെ ഹസ്ബൻഡ് എന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അതായത് ഞങ്ങൾ അറേഞ്ച്ഡ് ഫാമിലീസ് തമ്മിൽ അറേഞ്ച് ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് സംസാരിക്കുന്നത് February 7 പിന്നെ February 14 ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കുന്നത്. അതായത് പരസ്പരം ഞങ്ങൾ നേരിട്ട് കാണുകയും പരസ്പരം മാരേജ് ഉറപ്പിക്കുകയും അതൊരു വിവാഹത്തിലേക്ക് പോവുകയും ചെയ്തത് ഈ ഒരു February 14. അപ്പൊ എനിക്ക് ഈ ഒരു വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്റെ ഒരു മാരേജ് ലൈഫ് അല്ലെങ്കിൽ എന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ കാല് വെക്കുന്നത് ഈ ഒരു February 14. ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ എനിക്കും അതൊരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം ഒത്തിരി അറിയാൻ പറ്റിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ആയിരുന്നു ഞങ്ങളുടെ മാരേജ്. ഞങ്ങളെ കല്യാണം പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തു, പെട്ടെന്ന് തന്നെ മാരേജ് ആയിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം അതിന് മുന്നേ അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പരസ്പരം പറഞ്ഞു വന്നപ്പോൾ ഞങ്ങളുടെ ലൈഫ് ഒത്തിരി സന്തോഷമുള്ളതായി തീർന്നു. അറിയാൻ കുറച്ച് സമയം എടുത്തു. പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ പരസ്പരം കുറേയൊക്കെ ആഴത്തിൽ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പരസ്പരം ഒത്തിരി ആ ഒരു സ്നേഹം കൂടുതൽ മധുരമുള്ളതായിട്ട് തീരും. അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നാൽ പോലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് ഏറ്റവും മനോഹരമായി തീരും. പക്ഷെ അതിന് മുന്നേ അതായത് ആ ഒരു ടൈമിന് മുന്നേ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുകയൊന്നും ചെയ്യാതെ ആ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ ഒരുപാട് റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നമുക്ക് അതായത് ഇപ്പോ ലവ് മാരേജ് ഒക്കെ, അതായത് ഒരുപാട് നാളുകൾ അതായത് സ്നേഹത്തിലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു മാരേജിന്റെ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഒരാള് മറ്റേയാളെ കളഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ മറ്റേയാളെ ചതിച്ചിട്ട് പോവുക, അങ്ങനെയുള്ള ഒത്തിരി കേസുകൾ എന്റെ അടുത്തേക്ക് ഓരോ ദിവസവും വരുന്നുണ്ട്. അപ്പൊ അത് അവരുടെ ആ ഒരു വിഷമവും അവരുടെ ലൈഫിനെ തന്നെ ഒരു ഒരു നാശത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തില് ഒരുപാട് പ്രോബ്ലംസ് ഓരോ ദിവസവും കടന്നു വരുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ്, അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് പരസ്പര റെസ്പെക്ട് ആൻഡ് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പരസ്പരം ഒരു റെസ്പെക്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു റെസ്പെക്ട്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഒരു സ്നേഹബന്ധം എന്നുള്ളത് നമ്മുടെ ഓരോ റിലേഷൻഷിപ്പിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ സ്നേഹിക്കുന്നവർക്ക് എല്ലാ ദിവസവും ഒരു വാലന്റൈൻസ് ഡേ ആയിരിക്കും. ഒരുപാട് റിലേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് വർഷങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാരുടെ നമ്മൾ വിചാരിക്കും അയ്യോ എന്തോ ബ്യൂട്ടിഫുൾ ആണ്, എന്ത് നല്ല കപ്പിൾസ് ആണെന്നൊക്കെ. അതെന്ന് പറയുന്നത് അങ്ങനെ ഒരു ലൈഫിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ അത് രണ്ടുപേരും വിചാരിക്കണം. ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ, രണ്ടുപേരും വിചാരിച്ചാൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒരാൾ വിചാരിച്ചത് കൊണ്ട് മാത്രം ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ് ആവത്തില്ല. അത് രണ്ടുപേരും, അതായത് ഇപ്പോ നമ്മുടെ കാലുകൾ തന്നെ എടുക്കാം. ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് ഒറ്റക്കാല് കൊണ്ട് നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. രണ്ട് കാലുണ്ട്. അതുപോലെ തന്നെ രണ്ട് കാലുകൾ എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പൊ ഒരു ആൾക്ക് ക്ലിയർ ആയിട്ട് നടന്നു പോകണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ വിചാരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ മാരേജ് കഴിയുമ്പോൾ ഓരോ റിലീജിയൻസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ രണ്ടല്ല ഒന്നായി തീരുവാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടല്ല ഒന്നായി തീരുമ്പോൾ ഒരു മനുഷ്യന്റെ കാലുകൾ പോകുന്നത് പോലെ ആ ഒരു കാലുകൾ രണ്ടും നിലത്ത് ഉറപ്പിച്ച് പോകുമ്പോൾ മാത്രമേ അത് കറക്റ്റായിട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ഫാമിലീസും അല്ലെങ്കിൽ ഓരോ റിലേഷൻഷിപ്പും. രണ്ടിനും ഒരു മ്യൂച്വൽ റെസ്പെക്ട്, പിന്നെ ഒരു അഫെക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം.
കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ പ്രോബ്ലംസും ഓരോ ലൈഫിലുണ്ടാവും. കാരണം രണ്ട് ഫാമിലീസിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനനുസരിച്ച് ഒരുപാട് പ്രോബ്ലംസ് പരസ്പരം ഉണ്ടാവും. പക്ഷെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവർക്ക് അവരുടെ ഒരു ലവ് എന്ന് പറയുന്ന ഒരു ഭയങ്കര സ്വീറ്റസ്റ്റ് ആയിട്ട് തോന്നാം. അതുപോലെ തന്നെ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ്. അത് ഭയങ്കരമായിട്ട് ഒരുപാട് ഇപ്പോ നമ്മൾ കാണുന്ന ഒരുപാട് ഫാമിലി പ്രോബ്ലംസിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു തേർഡ് ആയിട്ട് ഒരാള് ആ ഒരു റിലേഷൻഷിപ്പിൽ കയറി അതിൽ ഇടപെടുമ്പോഴാണ് ആ ഒരു റിലേഷൻ ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകുന്നത്. ഇപ്പോ നമുക്ക് ഫാമിലീസ് തമ്മിലുള്ള, അതായത് ഇപ്പോ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാനായിട്ട് ഒക്കെ ഓരോ ദിവസവും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവരുടെ പ്രോബ്ലംസ് നമ്മൾ കേൾക്കുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ വളരെ കുറവാണ്, പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാരിൽ നിന്നുണ്ടാവുന്ന ഒരുപാടുള്ള ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ, ഇപ്പൊ ഫാമിലീസിനകത്ത് തന്നെ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ആ ഫാമിലിയെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോബ്ലംസിലേക്ക് നയിക്കുന്നത്. ഇപ്പോ ഫാമിലിക്ക് അകത്ത് തന്നെ ഇപ്പൊ ഒരു ജോയിന്റ് ഫാമിലി ആണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരു ഫ്രീഡം കൊടുക്കുക, അതായത് അവരെ മനസ്സിലാക്കാനും അവർക്ക് പരസ്പരം മനസ്സിലാകാനുള്ള ഒരു സമയം, ഒരു സ്പേസ്, ഇതിനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുക. എന്നാൽ മാത്രമേ അവർക്ക് അവരെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അവർക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, പരസ്പരം ആ ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക്, അതായത് ഇപ്പൊ പേരൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ അവരെ കല്യാണം കഴിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കല്യാണം നിങ്ങൾ കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക. ഇപ്പോ പേരൻസ് ആയിരുന്നാലും അവരുടെ റിലേറ്റീവ്സ് ആയിരുന്നാലും അവരുടെ ലൈഫിലേക്ക് അധികമായിട്ട് കടക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാലും അവരും പരസ്പരം മനസ്സിലാക്കുക. പുറത്തുനിന്നുള്ള ആൾക്കാർ പറയുന്നതിനേക്കാളും എന്റെ പാർട്ട്ണർ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എങ്ങനെയാണ്, എന്റെ വൈഫ് എങ്ങനെയാണെന്നുള്ളത് പരസ്പരം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം മറ്റുള്ളവരുടെ വാക്കുകളേക്കാൾ അധികമായിട്ട് പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് വളരുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ദിവസത്തിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. ആരെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മൈൻഡ് വെൽനെസിന്റെ നമുക്കൊരു കൗൺസിലിംഗ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വാലന്റൈൻസ് ഡേ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക. സന്തോഷത്തോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും ഒരു ഡിവോഴ്സിന്റെ വക്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ ട്രസ്റ്റ് മീ, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പേര് ഇതുപോലുള്ള പ്രോബ്ലംസുമായിട്ട് വന്നിട്ട് നമുക്ക് ഒത്തിരി പേർക്ക് ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട് ബൈ ഗോഡ് ഗ്രേസ്. അപ്പോ ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പാർട്ട്നേഴ്സിന് ഇമ്പോർട്ടൻസും നമ്മുടെ സ്നേഹവും ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ പരസ്പരം അത് സ്വീകരിക്കുക. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വർക്കിന്റെ പ്രഷറും ഒക്കെ മാറ്റിവെച്ച് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ഊഷ്മളതയൊക്കെ അനുഭവിക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.